ഒരു ചെറിയ ലഞ്ച് സ്പോട്ടും അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റവും കാണിച്ചു തരാം കേട്ടോ. ഞാനിതുവരെ കഴിക്കാത്തൊരൈറ്റം. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും അധികം ആൾക്കാർ ഒരു മഞ്ഞ കളറിലെ റൈസാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ സംഭവം മഞ്ഞച്ചോറ മറ്റാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഈ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ അതിൽ കപ്സ എന്നൊക്കെ കണ്ടു, കപ്സ നെയ്ച്ചോറൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും കപ്സ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് വാങ്ങി. അപ്പോൾ ഹാഫ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കാരണം എന്താ സ്ഥിതി എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ആൾക്കാരൊക്കെ കഴിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മളെ ഹാഫ് കപ്സ, പിന്നെ സൈഡ് ഐറ്റംസൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. സാധനം ചിക്കനാണ് പറഞ്ഞത്. ഒരു പീസ് ഹാഫ് ആയതുകൊണ്ടായിരിക്കും ഒരു പീസ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും ഉണ്ട്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കൊള്ളാം കേട്ടോ. അതൊരു പീസ് നോക്കിയാട്ടെ, അങ്ങനെ പൊട്ടിഞ്ഞങ്ങ് പോയി. ഒരു പപ്പടം കൂടി വെച്ചിട്ട് എന്തായാലും എനിക്ക് ആ ഒരു ഫ്ലേവർ, റൈസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ആ പീസും ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ നമ്മളെ അറബിക് ഐറ്റംസൊക്കെ കാണുന്ന ആ ഒരു നമ്മളെ തക്കാളീൻ്റെ ചട്നി, നല്ലൊരു പുളിയൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റ് തന്നെയല്ലേ ഇത്. ശരിക്കും ആ തക്കാളി ചട്നി ഈ ഗൾഫിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഇടയിൽ. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും കൂടി. ഇതെനിക്ക് ഞാൻ പണ്ട് തമിഴ്നാട്ടിലോ മറ്റോ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. അതിലൊരു പൊരിച്ച ടൈപ്പ് ചിക്കനായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കേട്ടോ. എൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതെന്തായാലും എൻ്റെ ടേസ്റ്റിന് അടിപൊളി സാധനം. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് മധുഹൂത്ത് കഴിക്കുന്നത്. ആ വീഡിയോൻ്റെ ലിങ്ക് എൻ്റെ അടിയിൽ കൊടുക്കേണ്ടതാ. ഈ കാണുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏകദേശം അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് അല്ല, എന്നാലും അതുപോലത്തെ ഒരു സംഭവം. റേറ്റ് കണ്ടല്ലേ, ഹാഫിന് വെറും 90 രൂപയായിട്ടുള്ളൂ കേട്ടോ. ലൊക്കേഷൻ നമ്മൾ കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് സെല്ലൂസ് മെസ്, ഒരു ചെറിയ റോഡ്, കോഴിക്കോട് ടൗണിൽ തന്നെ. പക്ഷെ അങ്ങോട്ടുള്ള വഴിയൊക്കെ ആയിട്ട് ഒരു ബൈക്കിന് പോകാനുള്ള വഴിയുള്ളൂ. കറക്റ്റ് സ്പോട്ട് വരെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് ആണത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു വഴിയിൽ നമ്മളെ സ്പേസ് മാളൊക്കെ വരുന്ന ജാഫർഗാങ്കുള്ളിയുള്ള റോഡുണ്ട്, ജുമാട്ടൊക്കെ വരുന്ന ആ വഴിയിൽ. അവിടെ കുറച്ച് മുന്നോട്ട് വന്നാൽ ആ ജംഗ്ഷനിലായിട്ട് അവരൊരു ബോർഡ് കാണാം. ആ ബോർഡിനോട് ഉള്ളിലേക്ക് കയറി നേരെ നടന്നാൽ ചെറിയ, പിന്നെ അവിടെ നിന്നോട്ട് ബൈക്ക് പോകാനുള്ളൊരു 50 മീറ്റർ അങ്ങോട്ട് നടക്കാനുള്ളൊരു വഴി. അപ്പോൾ ഓക്കെ, കണ്ടവരൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.